ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ആ സ്കൈ ആയിട്ട് സ്കൈയുടെ പാർട്ട് 3, അത് തന്നെ പാർട്ട് 3 ആണിത്. പാർട്ട് 2 പാർട്ട് 1 കാണാത്തൊരു ചാനലിലുണ്ട്, പോയി കാണാം. കിണ്ണം ഗെയിമാണ്. പിന്നെ നമ്മ ഇന്ന് പാർട്ട് 2 നിർത്തിയെന്ന് പറഞ്ഞാൽ മറ്റേ ജയൻ്റ് എൽഡറിനെ നമ്മ എണീപ്പിച്ച് ആ ജയൻ്റ് എൽഡറിനെ എണീപ്പിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. അവിടെയാണ് നമ്മൾ നിർത്തിയത്. ഇനി കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ പുതിയൊരു മാപ്പ് അൺലോക്ക് ആയിട്ടുണ്ട്, ഇവിടെ കടണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. പിന്നെ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ. ഇവിടെയാണ് നമ്മൾ നിർത്തിയത്. എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്ന് അറിയൂ. അതെ അതെ അതെ, കണ്ടാ നമ്മ ഇവിടെ നിർത്തിയത് കഴിഞ്ഞ പ്രാവശ്യം. അതെ, നമ്മ ആ ക്യാമ്പ് ഫയറിൻ്റെ അവിടെ നിന്ന് ചാറ്റ് ചെയ്യാൻ പറഞ്ഞു പോയി. ഇത് വേറെ പ്ലെയറാണ് കേട്ടോ, നമ്മല്ലത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മ ആദ്യം തന്നെ നന്മവരമാണ് കത്തിക്കണം. ഇതിനൊക്കെ എന്താ ഇന്ന് കത്താത്തത്? റിക്വസ്റ്റൊക്കെ എന്താണ് നടന്നത് എനിക്കറിയൂല, പക്ഷെ എന്താണ്ടൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ ഇവിടുത്തെ മെഴുകുതിരി നോയ്സ് ഇതുണ്ടാ എടാ ക്ലോത്തിങ്ങാ. സീന എങ്ങനെ കിട്ടുമെന്നാവോ? അങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞിരുന്നാൽ നമുക്ക് അങ്ങോട്ട് വാങ്ങിക്കാറുണ്ട്. ഹെഡിലെന്തോ കാട്ടുണ്ട്. ഹെഡിൽ ഇത് കിട്ടിയാ പൊളിക്കുമായിരുന്നു ഈ സാധനം. ഒരു ഗോഡിന്റെ ഒരു ലുക്ക് കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല. എനിക്കൊന്നാണ് ഈ ചെക്ക് പോയിന്റ് ആണെന്ന്. നമുക്ക് അത് തന്നെ മതി, പണ്ടത്തന്നെ മതി. ഇത് കൊള്ളൂല. ഇത് ഞാൻ നേരെ ഇതല്ലെങ്കിൽ ഈ മൂന്നെണ്ണത്തിൽ ഏതായാലും ഞാൻ എടുക്കാൻ നോക്കും എന്തായാലും. ഇതാണ് എനിക്ക് മെയിനായിട്ട് ഇഷ്ടമായത്. ഇതും കിണ്ണല്ലേ. ഞാൻ ഇപ്പം ഇത് വെച്ച് കളിച്ചാണ്. നമ്മിങ്ങനെ സ്പിരിറ്റിനെ നമ്മ തുറന്ന് ഇടുമ്പോൾ ഇതുങ്ങളൊരു സാധനം തരും. ഇത് നിങ്ങൾക്ക് ഹാർട്ട് കൊടുക്കണം നമ്മ. എൻ്റെ മോന് ഇതിൽ പറക്കലൊരു വിഷയമാണ്. മോനെ ഒന്നും പറയാനില്ല. വിഷയം എന്ന് പറഞ്ഞ വിഷയം. ഇവിടെ എന്താ ചെയ്യണ്ടോ? സ്ലൈഡ് അല്ലേ പിള്ളേ. ഇവരൊക്കെ പ്ലെയറാണ് കേട്ടോ. ഇവരൊക്കെ മറ്റേ പാർട്ട് 2 ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവനാരാണോ? ഇവനെ കത്തിക്കണോ? എന്നിട്ടെന്താ ചെയ്യണ്ടേ? എന്താ ചെയ്യണ്ടോ? ഫോളോ. ഇവളെങ്ങനെ പോണത്? നമ്മുടെ വഴി കാട്ടിയാന്ന് തോന്നട്ടാ. ചാടി. ഇതാണ് പ്രശ്നം. ചില പ്രശ്നങ്ങളുണ്ട്. സ്ലൈഡ് നല്ല രസമല്ലേ, മറ്റേ നല്ല ആനിമേഷനൊക്കെയാണ്. കത്തിച്ച് എനിക്കൊന്നേ ഈ കൊച്ചു കാട്ടണോട്ട് നമ്മ കാട്ടണത്. വേണ്ട എന്താണെന്നാവോ?
ലാഭമുള്ള പരിപാടിയാണോ പോയി. എടാ ഏതോ ഗേറ്റ് തുറന്നിട്ടാ. നമുക്ക് ഇനി എത്ര എൽഡറിനെയും കൂടി തുറന്നു വിടാണ്ടെന്നാവോ. അയ്യോ ഞാൻ എണ്ണം തെറ്റി മറന്നുപോയി. കഴിഞ്ഞ വീഡിയോ കാട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ എത്ര എങ്ങാണ്ടൊക്കെ ഇതെങ്ങാട് പോണം. 4 എൽഡേഴ്സ്. നമ്മൾ 2 എൽഡറിനെ കഴിഞ്ഞ ഇത് തുറന്ന് വിട്ട്. ഇതെന്താ സംഭവിക്കുന്നത്? ഓഫ് ഗ്രാഫിക്സ് എന്താ മോനെ, ഒന്നും പറയാനില്ല വിഷയം. എന്താണ് നമ്മളെ പോലെ ഇരിക്കണത്? എന്താ ചെയ്യണ്ടത്? എന്താ ചെയ്യണ്ടേന്നാവോ? അങ്ങാട് അതെ 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 അതെ. അതെ അതെ അതെ. നമുക്കിനി കത്തിക്കാം. ഇച്ചിരി ഹെൽപ്പ് നമ്മേ ചെയ്യണ്ടേ? നെക്സ്റ്റ് ഗേറ്റാണല്ലോ ആയിട്ടുണ്ട്. ഹിഡൻ ഫോറസ്റ്റ് ഇത് കത്തിക്കണമെന്ന്. ഇവളിതങ്ങാട് പറയണ മനുഷ്യനെ ഇല്ലാണ്ട്. എടാ അത് നമുക്ക് എടുക്കണം. ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ നമ്മുടെ ഈ ചിറകിൻ്റെ ഇതോടും എനിക്ക് നമ്മുടെ സഹായിയാണെന്ന്. ഫൈൻ ഫോർമറിൽ നമ്മളിങ്ങനെ ഗേറ്റ് തുറന്നു കളിക്കാനാണ് വന്നത്. എനിക്ക് തോന്നണേ 5-6 ഗേറ്റ് ഉണ്ട് ഇങ്ങനെ. കണ്ടാ കട്ട് സീൻ ആണോ അല്ലയോ? അല്ല. അങ്ങടെ പോണ്ട്. നമ്മൾ സഹായിക്കാണ് ആള്. ചൈനേ ഹമ്പടാ. ഇതിലെന്തോ കാട്ടുണ്ട്. എനിക്ക് തോന്നണേ ഈ സ്പിരിറ്റ് ആണല്ലേ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇതിൻ്റെ പിന്നാലെ പോണെന്നാണ് തോന്നണത്. വന്ന് എന്താ ചെയ്യണ്ടേ? പറക്കണ പൊളിയാണ്. ഇതിന് പറക്കണേന് എനർജി കൂടുതൽ എടുക്കും. നമുക്ക് ഇതെടുക്കണം. ഇനി 3 കൂടി കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലായി. ശേടാ ഈ സ്പിരിറ്റിനെ കൊണ്ട് വയ്യല്ല. ഇത് കൊണ്ടേ നമ്മളെ കൊണ്ട് വല്ലയിടത്തും ചാടിക്കും തോന്നട്ടാ. നമ്മളെ ഇതാവാണ്ട് പോണുണ്ട്. അവിടെ പോണം. ഇതേടാ സ്പിരിറ്റ് ഇതേ നമ്മളെ പോലെ നമ്മളെപ്പോലെ അഡൾട്ട്. നമ്മുടെ അഡൾട്ടായി. അതെ നമുക്കൊന്ന് കത്തിക്കട്ടാ. ഇങ്ങനെ സ്പിരിറ്റിനെ പിടിച്ചു കഴിഞ്ഞാലേ നമുക്കൊരു സാധനം കിട്ടും. എനർജി ഹണ്ടറാണെന്ന് തോന്നാണ് ഈ സ്പിരിറ്റ്. കയ്യില് അമ്പും ബില്ലൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലേ ഹണ്ടറാണ്. ഹണ്ടറല്ലടാ, നിങ്ങാട് പോണായിരിക്കും, കത്തിക്കണായിരിക്കും അല്ലേ? ഞാൻ പറഞ്ഞല്ലേ നമ്മുടെ കയ്യിലുള്ള മെഴുകുതിരി ഫസ്റ്റ് എപ്പിസോഡിൽ കിട്ടിയ മെഴുകുതിരി. സ്കിൻ്റെ ബൈ എന്തിനൊക്കെ കരയണത്. അയമോട്ട് നമുക്ക് കിട്ടി. എക്സ്പ്രഷൻസ് ആണെന്ന് തോന്നണേ.
ഇനി നമ്മുടെ പിന്നാലെ വരും. എവിടെയാണ്? അത് തന്നെ ഒരു പണിയുണ്ട്. ഇത് കത്തിക്കാൻ പറ്റുമോ നോക്കണം. ഇത് കത്തിച്ചതിനാ കാര്യം അങ്ങടെ. ഇനി നമ്മുടെ മിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഡെസ്റ്റിനി ഫുൾഫിൽ ചെയ്യണം. എന്ന് വെച്ചാൽ ഒരു എൽഡറിനെ വേക്കൻ ചെയ്യാൻ പോകണമെന്ന് തോന്നലാണ്. ഓ ഏത്താ ആടാ എൽഡറാടാ, ഫോറസ്റ്റിൻ്റെ എൽഡറാണെന്ന് തോന്നണ്. അതെ, മണിയടിയുണ്ട്, എൽഡറാണെന്ന് തോന്നണ്. ഇവരെ ഈ എൽഡേഴ്സ് ആദ്യം നിൽക്കട്ടാ. എനിക്ക് തോന്നണ ഈ എൽഡേഴ്സ് ആദ്യം മറ്റേ കാസിലില്ലേ അവിടെയാണ് ജീവിച്ചിരുന്നത്. ഇവർക്കെന്തോ ഇങ്ങനെ ഡാർക്ക് ഇവരാ എന്ന് വെച്ചാൽ ദുഷ്ടശക്തി ഇവരാ കയ്യേറി, ഇവരുടെ കൊട്ടാരം കയ്യേറി, ഇങ്ങനെയൊക്കെ ഇതാന്ന് തോന്നുന്നു. ഫൈറ്റ് ഇതുവരെ കണ്ടിട്ടില്ല, ഫൈറ്റ് സീൻ. അതേ ഒരു കുറവായിട്ട് ഞാൻ പറയുള്ളൂ. വേറെല്ലാം കുഴപ്പമില്ല കേട്ടോ. സ്പിരിറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട് നമ്മളെക്കാൾ മുമ്പ്. ഒരു പണി എടുക്കണ്ടപ്പ. ആ മറ്റേ മൈക്രോഫോൺ കൂട്ടിയിരിക്കണ സാധനമില്ലേ, അത് ഹെൽത്തിൻ്റെ ഇതാണെന്നാണ്. ആടാ അടുത്ത ലെവലപ്പാവാ. ഇത് നമ്മുടെ സ്പിരിറ്റ് അല്ലേ? അല്ലടാ, കുറച്ച് ഏത്താ. ഇനി ആ വഴി പോണായിരിക്കും. അല്ലടാ, എന്താണ് ചെല്ലി ഫിഷ് ഇട്ടിരിക്കണത്? എടാ ഇത് മറ്റേ പോക്കിമോൻ്റെ ഒരു സാധനം കൂട്ടില്ലേ? ഇല്ലേ ഗൈസ്, പോക്കിമോൻ്റെ ഇത്. ആടാ ഇതിൻ്റെ മേലെ കൂടി എടാ വഴി കാട്ടിയാടാ ഇതൊക്കെ. ലാൻഡ് ഓൺ എനിക്കങ്ങനെ ഇങ്ങനെ. ആടാ ഇത് നമ്മളെ റീചാർജ് ചെയ്ത് തരും. നമ്മൾ റീചാർജ് ചെയ്തിട്ട് ഞാൻ അണ്ണാക്കിലോട്ട് ഇങ്ങനെ പോണം. ഏത്താ കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് അവേക്കൻ ചെയ്ത എൽഡർ, എൻ്റെ പൊന്നോ, ഇതൊരു 1.5 എൽഡറായിരുന്നു. ഇതൊക്കെയാണ് ഒരു എൽഡർ. ഒരെണ്ണം കംപ്ലീറ്റ്. നെക്സ്റ്റ് 3 4 പിന്നെ എത്രണ്ണുണ്ടാ കത്തിക്കാൻ? ഒന്നായി. ആടാ ഇത് അങ്ങാടും ഇങ്ങാടും കത്തിക്കണം തോന്നണ്. അതായിരിക്കും. അല്ലടാ സ്വയംവരോടാ. ഇതിൽ ആനിമേഷനൊക്കെ സീനാണ്. എന്ന് വെച്ചാൽ ഒരുമാതിരി ഇരിക്കുന്ന സ്റ്റോറി മോഡായിട്ട് കൊണ്ടുവരാനുണ്ട്. സൗണ്ട് എഫക്റ്റ് കണ്ടാ നമ്മളുണ്ടാക്കി വെച്ചാൽ കട്ട് സീൻ അല്ല, എൽഡറായാൽ മതിയായിരുന്നു. എന്താ ചെയ്യണ്ടോ? കത്തിക്കണോ? ആടാ ഇവിടെ മെഴുകുതിരിണ്ട്, കത്തിക്കാം. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും കിട്ടണോ? ആടാ സ്റ്റോറി എല്ലാം അൺലോക്കായി, മാപ്പിൽ അൺലോക്കായി. എന്തോ വേറെ അൺലോക്ക് ആവണ്ടല്ലോ. ആടാ ദേടാ എൽഡർ. എൻ്റെ മോനെ എൽഡറിനെ കാണുമ്പോൾ ഒരു രസമാണ്. അത് ഞാനേ ഇങ്ങനെ മേളിലോട്ട് അങ്ങനെ കയറും.
മേളിലോട്ട് എങ്ങനെ കേറും പിള്ളേ? അയ്യോ, ഇതെങ്ങനെ കേറും? ആടാ കത്തിക്കണം എന്നാണ്. ആടാ ഇത് കത്തിച്ചാ മതി. ഇതൊക്കെ ഇങ്ങനെ കത്തിക്കണം. നമുക്ക് ഇതിൽ കയറണം. പാർക്കൂറടേ. ഇതിങ്ങനെ കത്തിച്ചു കഴിഞ്ഞാ നമുക്ക് ഡാ 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 ആരായിരുന്നു? ഭാഗ്യം. ബോയ് എൽഡറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പ്രാർത്ഥിക്കാം. ഈ എൽഡർ എടാ ഷീൽഡൊക്കെ ഉണ്ടല്ലോ. കിണ്ണൻ എൽഡർ ആയിരിക്കും. ആവണമല്ലോ. എൻ്റെ മോനെ. എടാ ലുക്ക പവറൊക്കെ പോയി. നമ്മളിനി നമ്മുടെ ഫയർ കൊടുക്കേണ്ടി വരും. പേടിക്കും കേട്ടോ. അത് അത് കൊള്ളാല. എനിക്ക് തോന്നണേ ഇവര് ക്രാഫ്റ്റിംഗ് എൽഡറാണെന്ന്. എന്താ ചെയ്തിപ്പാ? എൻ്റെ ഫയറങ്ങാലും കൊണ്ട് പൂട്ടി വെച്ചതാണെങ്കി കാണാ എൽഡറേ, നമ്മ തമ്മി കാണും. ഇനി മൂന്നേ എൽഡേഴ്സും കൂടി ഉള്ളു. ഹിഡൻ ഫോറസ്റ്റിലെ എൽഡറിനെ നമ്മൾ ലോക്കാക്കി. ദ റൂഡ് എൽഡർ എവർ. ഒരു ബഹുമാനം ഇല്ലാത്ത സാധനം തട്ടിപ്പറിച്ചേക്കണേ. നമ്മളതിനേക്കാളും വലിയ ഗോഡാണെന്ന് അതിനെ അറിയാം. എന്നിട്ടും മൂട്ടയെന്നൊക്കെ പറഞ്ഞാൽ ഇത്ര ഉണ്ടോ? ആടതെ ഞാൻ പറഞ്ഞല്ലേ ക്രാഫ്റ്റിംഗ് എൽഡർ. എന്നാ തന്നെ ഇതില്ലേ മൂടുള്ള സാധനത്തിന്? ഇതൊന്നും തന്നെ എന്നാണ് എനിക്കറിയാത്തത്. ബ്ലെസ്സിങ് ഇട്ടായിട്ട് എന്ത് ഇട്ടാനാണ്? ആ ഒരു ഹാർട്ട് കിട്ടോലെ അങ്ങനെ അങ്ങനെ കിട്ടണത്. ഹിഡൻ ഫോറസ്റ്റ് നോട്ട്. ഡാ 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 എന്തരിത്? ഇത് മേളിലുണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ. What the hell is happening? ഡോർ ജസ്റ്റ് ഡോർ ഓർന്ന്. എൻ്റെ മോനെ, ഇവര് എന്താ സംഭവിച്ചോ? പുതിയ മോട്ടർ കിട്ടിയതാണ്. ഇതിൻ്റെ വൈബ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ എന്തേലും. ആഹാ കൊച്ചു കള്ളൻ ഒളിച്ചിരിക്കണി. നമുക്ക് നെക്സ്റ്റ് ലെവലായിട്ടാ. നെക്സ്റ്റ് ലെവലായി. ലെവൽ 10 ആവാറായി. ഇവിടെ ഞാൻ കാണണല്ലോ യവനെ കണ്ടു കിട്ടിയ പിന്നെ സെറ്റായി. സ്കൈ ബി എ ലിറ്റിൽ ടു ലോൺലി.
ഒരുത്തൻ പറഞ്ഞാണ് സ്കൈ കളിക്കാൻ ഒറ്റക്കായിരിക്കും ചിലപ്പോ, അത് കാരണം ഒറ്റക്കിരുന്ന് കളിക്കുള്ളൂന്ന്. അത് കാരണം വേറൊരു ഗെയിമിൽ കയറി കളിക്കുള്ളൂന്ന്. എടാ അതവരാടാ. വേറെ ഗോയിങ് ബ്രോ. ഇച്ചിരി സ്പീഡൊക്കെ വേണ്ടേ? ബ്രോ മൂന്നെ വൈബ് സാലം. മേഘത്തെ കൂടി പോണ കാണുമ്പോ സെറ്റാണ്. ഇവിടെ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. അതാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. നിങ്ങളത് അവിടെ എത്തണത് ആയിരിക്കോ? അടി. അതെ. എടാ അടുത്ത എൽഡർ, ഈ എൽഡറിനെ കൂടി ഇതാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് കഴിയും. എന്നിട്ട് നാളെ നമ്മുടെ ഫൈനൽ എൽഡർ. യാ, യു ഹെഡ് മീ. ഫൈനൽ എൽഡർ. ഇത് മേഘത്തെ കൂടി ഓടിച്ച സാധനം കിട്ടൂന്ന് പറയണ്ട്. ബട്ട് there is a problem. Controlling is difficult. കൺട്രോൾ ചെയ്യാൻ പണിയാണ്. പോയി എൻ്റെ മോനില്ല സ്ലൈഡിങ്ങനെ പൊള്ളിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ലൈഡിങ്ങായിരിക്കും. ഞാൻ ഇങ്ങനെ ഇടക്കിടക്ക് നിൽക്കണം എന്തിനാണെന്ന് വെച്ചാ അതെനിക്കറിയില്ല. അവൻ സ്ലൈഡിങ്ങനെ സ്ലോപ്പ് ഉണ്ടെന്നോ. ബോയ് റൈഡർ മോനെ. വേറെ എങ്ങടെ കയറണ്ടേ? അങ്ങോട്ട് വേണം. ആളാ കേവിലോട്ട് എൻ്റെ അറിയണം. ഇല്ല സ്ലൈഡിങ് സീനാണ് മോനെ. എൻ്റെ മോനെ റൈഡർ സ്പൈഡർ. പാട്ട് പാടാൻ അറിയില്ല, എന്നാലും പാടും. അതൊക്കെ അല്ല അതിൻ്റെ ഒരു രസം. എൻ്റെ മോനെ ഇതിപ്പോൾ കളിക്കാൻ നല്ല സാറ്റിസ്ഫൈ ആവും നമ്മ കളിക്കുമ്പോൾ. പുതിയ വേൾഡാണ്. അവിടെ ഒരു തണ്ട് കേട്ടോ. ദേ അത് ഒരു തനാണ്. ഈ എൽഡർ അവനായി സവിയർ. ദേ ഒരു 10 കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സാധനം സെറ്റായി. 9 കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സാധനം സെറ്റായി. എൽഡർ ഇല്ല സ്ലൈഡിങ്. ഇവർ ഈ സ്ലൈഡിങ് ഓപ്ഷൻ ഉണ്ടാക്കിയത് കിണ്ണോയി. കട്ട്സീനല്ല, ചെറുതായിട്ട് ഉറപ്പ് പറയാൻ കണ്ട. ബ്രോ നെക്സ്റ്റ് എൽഡർ ഈസ് ഗോണ ബി ഫയർ ഐ തിങ്ക്. തോന്നലാണെന്നറിയില്ല. എന്താണ് ഇതിലൊക്കെ? എന്താണോ ഓരോന്നിങ്ങനെ ചെയ്യണം. That's happening. Ooh. Value of strength. കഴിയാറായപ്പാ. എൽഡറിനെ വരിയാക്കി നമ്മ അൺലോക്കാക്കിയിട്ടില്ലല്ലോ. എങ്ങനെ പുതിയൊരു ഓപ്ഷനും വന്നിട്ടുണ്ട്.
നമ്മൾ എൽഡറിനെ മര്യാദക്ക് ഇതാക്കിയിട്ടില്ല. പേടിക്കല്ലിങ്ങനെ. ഹൗ എനർജി പോവില്ലട്ടാ. അത് നല്ലതായി. കത്തിക്കണോ? എനിക്ക് തോന്നണേ ഈ സാധനങ്ങൾ എടുത്താ ആടാ സ്പിരിറ്റാണത്. സ്പിരിറ്റാണെന്ന് മാത്രം പറയരുത്. ഞാൻ സ്പിരിറ്റിനെ വെച്ചാണ് സ്ലൈഡ് ചെയ്യണം. ഒന്ന് ആലോചിച്ചേക്ക്. ഇത് സാധനമാണ് ഞാൻ. വാവ്, ഇവിടെ ഇങ്ങനെ പോയിട്ട് നടക്കണ്ടി വരുമെന്ന് തോന്നണ്. മോനെ വ്യൂ കണ്ടോ നിങ്ങ? എൻജോയ് ദ ഗെയിം. ആഹാ, സൗണ്ട് സാറ്റിസ്ഫൈങ് കേട്ടോ. പുറകെ കൂടെ കണ്ട 5-6 പേരൊക്കെ വന്നിട്ടുണ്ട്. ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൊന്നും വിചാരിക്കരുത്, നമ്മ സ്പിരിറ്റിനെ സേവ് ചെയ്യാൻ വന്നേന്. സ്പിരിറ്റിനെ വെച്ച് റേസ് ചെയ്യാണ്. എന്നാലോചിക്കടാ, ഹൗ ക്രേസി ഈസ് ദാറ്റ്. ദിസ് ഈസ് ഗോണ ടേക്ക് എ വൈൽ. കുറച്ചേരം എടുക്കും. നിങ്ങൾക്ക് ബോറടിക്കണ്ട, ഞാനേ അവിടെ എത്തിയിട്ട് കാണാമെന്ന. എന്ത് പറയണേ കച്ചാവൂ ഗൈസ്. ഞാൻ അവിടെ എത്തിയായില്ലെന്നറിയില്ല, പക്ഷെ ഒരു കൊളോസിയം പോലുള്ളൊരു സ്ട്രക്ചർ കണ്ടപ്പോൾ എത്തിയെന്ന് തോന്നിയതാണ്. ആ, ലെവനപ്പൊരുത്ത ഒരുത്തനെ കൂടി നമുക്ക് കിട്ടിയായിരുന്നു. അത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ 13 ആയണ്ട. ഇനി ഒരു 7 എണ്ണം കൂടി കിട്ടി കഴിഞ്ഞാൽ നമ്മ ബൈ ബൈ. കൊളോസിയോ നമ്മ ഫൈറ്റിന് ഇറങ്ങാൻ പോണാ. ഫൈറ്റിന് ഇറങ്ങാൻ പോണേണോ എന്നൊരു സംശയമുണ്ട്. ഫൈറ്റിന് ഇറങ്ങാൻ പോണേണോ ഒരു പ്രശ്നമുള്ളൂ. നമുക്ക് അങ്ങനെ അധികം ഒന്നും കിട്ടിയിട്ടില്ല. സ്റ്റാർട്ട് കഴിയാറായിട്ടുണ്ടാവൂലെന്നാണ് എൻ്റെ ഒരു വിചാരം. ഇവിടെ എന്തോരം സ്പിരിറ്റാണ് നോക്കി നമ്മുടെ പിന്നിൽ. എല്ലാ സ്പിരിറ്റ് ഒന്നാണ് കേട്ടാ. എല്ലാവരും ഒന്നായിട്ട് നമുക്ക് പവർ വരും. നമ്മുടെ ഉള്ളിലോട്ട് വന്ന് എടാ 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 സീന എടാ. പക്ഷെ നമ്മ എൽഡറിനെ എണീപ്പിച്ചില്ലല്ലോ. 3 എൽഡറും കൂടി ഇല്ലേ? എനിക്കൊന്നും കൊളോസി എൽഡറാണെന്നത്. നമ്മ സ്പീഡ് ഇടണമെങ്കിൽ ഇതിൽ കൂടെ പോണം. ഈ സാധനം മറ്റേ ജെറ്റ് പോലെയാണ്. ജെറ്റ് 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 എൻ്റെ മോൻ. ആടാ എൽഡർ അല്ലേ? നിൽക്കട്ടാ, നമ്മ അതേ ഫയർ ചെയ്യണം. എല്ലാ എൽഡറിനെയും നമ്മൊന്ന് ബഹുമാനിക്കണം. നമ്മ അങ്ങനെ ഇരിക്കണം. സ്വയം കത്തി വന്നോളൂ. ഇട്ടക്കൊച്ചൊക്കെ പൂശിക്കൊടുക്ക. എൽഡർ വരുമ്പോൾ അതിൻ്റെതായ ഒരു തിളക്കം വേണ്ടേ? ഓക്കെ, സെറ്റായിട്ടുണ്ട്. എൽഡർ വരാനുള്ള സെറ്റായിട്ടുണ്ട്. ഇതേതാണ്? നമ്മുടെ കൂടെ വേറെത്തനും കൂടി ഉണ്ടാ പ്രാർത്ഥിക്കാൻ. നെക്സ്റ്റ് എൽഡർ
അപ്പം നാളെ ആ അടുത്ത എപ്പിസോഡിൽ അപ്പം മിക്കവാറും രണ്ടാമത്തെ എൽഡറിഞ്ഞ ബ്രോ എരട്ടേഴ്സ് രണ്ടെൽഡറ് തല്ലുപിടിക്കണ ക്രിക്കറ്റാവും മാര് കളിക്കണത്. എനിക്ക് തോന്നുന്നത് അതാ ആ മേളിലിരിക്കണ സംഭവം എൽഡർന്ന്, അല്ലെങ്കിൽ ഉമാരായിരിക്കും, ചാൻസ് ഉണ്ട്. ആടാ ഉമാരാടാ. അപ്പം നാളെ ഒരേ ഒരു എൽഡർ, രണ്ട് എൽഡർ. മെയിൻ എൽഡറാണ് ആ മുമ്പിലിരിക്കണത്. ഓക്കേ ഓക്കെ ഓക്കെ കേട്ടോ. മറ്റേ ഫൈറ്റിംഗ് സ്പിരിറ്റ് ഇതിൽ എനിക്കൊന്നും കിട്ടിയിട്ടില്ല. അപമാനായി. നെക്സ്റ്റ് ഡോർ അൺലോക്ക് കച്ചയും. നമ്മളവിടെ എത്തിയിട്ട് അടങ്ങും മോനെ, ഞാൻ ഒരു ഉറപ്പ് തന്നെയാണ്. കേട്ടാ കട്ട്സീൻ അല്ലെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കട്ട്സീനാടാ. ആ പ്ലേസ് കാട്ടാളാ കട്ട്സീൻ. നൈസ് നൈസ്. അപ്പം ഗൈസ് ഒരു കാര്യം പറയാണ്ട്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്ന് അവസാനിക്കുകയാണ്. നാളെ അപ്പം അടുത്ത രണ്ട് എൽഡറിനെയും കൂടി നമ്മൾ അവേക്കൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഗെയിം അവസാനിക്കൂലായിരിക്കും. നമ്മൾ അധികം സെറ്റൊന്നും ആയിട്ടില്ല. നമുക്ക് എന്തിന് സ്കിൻ പോലും കിട്ടിയിട്ടില്ല. നമുക്ക് എന്തിന് ഒരെണ്ണത്തിൻ്റെ സ്കിൻ പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ അവസാനിക്കാൻ ചാൻസ് കുറവാണ്. ഇനിയും കഥ ഉണ്ടാവും, സ്റ്റോറി മോഡ് ഉണ്ടാവും. എൽഡർ അതിനായിട്ടും 5-6 പേര് ഇനിയും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നാളെ നോക്കാം. ബൈ. സൈനിങ് ഓഫ് സാൻഡോക്സ്.